എറണാകുളത്ത് 2 വ്യത്യസ്ത അപകടങ്ങളിലായി 3 മരണം. വൈറ്റില പൊന്നുരുന്നിയിൽ കാർ ബൈക്കിലിടിച്ച് അച്ഛനും മകനും മരിച്ചു. ഇളങ്കളം സ്വദേശി ഡെന്നി റാഫേൽ, മകൻ ഡെന്നിസൺ എന്നിവരാണ് മരിച്ചത്. മദ്യപിച്ച് വാഹനമോടിച്ച കാർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കളമശ്ശേരി സീപോർട്ട് എയർപോർട്ട് റോഡിൽ കുറുകെ ഓടിയ പോത്ത് ബൈക്കിൽ വന്നിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കൊച്ചിയിൽ ഇന്ന് പുലർച്ചെയും ഇന്നലെ അർദ്ധരാത്രിയുമായി ഉണ്ടായ 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിലാണ് 3 പേർ മരിച്ചത്. രണ്ടിലും അപകടങ്ങളിൽപ്പെട്ടത് ഇരുചക്ര വാഹനങ്ങളാണ്. പൊന്നുരുന്നിയിൽ ഇന്നലെ രാത്രി പൊന്നുരുന്നി റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് അച്ഛനും മകനും മരിച്ചത്. ഇതിൽ എളംകുളം സ്വദേശിയായ ഡെന്നി റാഫേൽ, അതോടൊപ്പം തന്നെ മകൻ 11-കാരനായ ഡെന്നിസൺ ഡെന്നി എന്നിവരാണ് പൊന്നുരുന്നിയിലുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെടുന്നത്. പൊന്നുരുന്നി റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ വെച്ച് ഒരു സ്കോർപിയോ വാഹനം വന്ന് ഇവരെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. പിന്നിൽ നിന്ന് ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. ഇവർ വീട്ടിലേക്ക് എളംകുളത്തേക്ക് പോകുന്ന വഴിയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 പേരും റോഡിലേക്ക് തെറിച്ചു. അതിന്റെ കൈവരികളിൽ ഇവർ തട്ടി വീണു. ആ ആഘാതത്തെ തുടർന്നാണ് 2 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. സ്കോർപിയോ വാഹനത്തിന്റെ ഡ്രൈവർ പാലക്കാട് സ്വദേശിയാണ്. ഇയാൾ മദ്യപിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ ഈ വഴിയുള്ള ഒരു വാഹനങ്ങൾ പലപ്പോഴും അമിത വേഗതയിലും മറ്റും ഈ മേൽപ്പാലത്തിലൂടെ കടന്നു പോകുന്നതായി നേരത്തെയും പരാതികൾ ഉയർന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ വാഹനാപകടത്തിൽ പൊന്നുരുന്നി സെന്റ് റീത്താസ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് 11-കാരനായ ഡെന്നിസൺ ഡെന്നി. പിതാവ് എളംകുളം സ്വദേശിയായ ഡെന്നി റാഫേല് ബിസിനസ് നോക്കുകയായിരുന്നു. 2 പേരുടെയും മരണം രാത്രിയോടുകൂടി തന്നെ സ്ഥിരീകരിക്കുകയായിരുന്നു. മറ്റൊരു മരണം സംഭവിക്കുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡിൽ വെച്ചാണ്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഇവിടെ പോത്തിൽ ഇരുചക്ര വാഹനം ബൈക്ക് ചെന്നിടിക്കുകയായിരുന്നു. പോത്ത് റോഡ് കുറുകെ കടക്കുന്ന സമയത്ത് ഇത് ഇന്ന് വളരെ പുലർച്ചെയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. ബൈക്ക് യാത്രക്കാരനായ കണ്ണൂർ സ്വദേശി അജയ് മുരളിയാണ് ഈ വാഹനാപകടത്തിൽ മരണപ്പെടുന്നത്. കണ്ണൂർ സ്വദേശിയാണ്, 22-കാരനാണ്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന സഹയാത്രിക പരിക്കുകളോടെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇയാൾ ഇടിയുടെ ആഘാതത്തിൽ വാഹനം പൂർണ്ണമായിട്ട് തന്നെ തകർന്നു. ഇയാളെ സമീപത്തുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പിന്നീട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. ഇന്ന് പുലർച്ചെയോടുകൂടിയായിരുന്നു മരണം സ്ഥിരീകരിക്കുന്നത്.